സർക്കാർ ശമ്പളം കൊടുക്കുന്നു, മാനേജർമാർ നിയമിക്കുന്നു. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ ഇതാണ് കാലാകാലങ്ങളായി നടക്കുന്നത്. അങ്ങനെ നിയമിക്കുന്ന മാനേജർമാർ കൊള്ളക്കാരായാലോ? തൃശ്ശൂർ വലപ്പാട്ട് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും അതാണ്. 3 സ്കൂളുകളുണ്ട്: കൂരിക്കുഴി, മച്ചാട്, പള്ളിക്കൽ. 114 അധ്യാപകരെയാണ് ലക്ഷക്കണക്കിന് രൂപ വാങ്ങി 10 വർഷത്തിലേറെ പഠിപ്പിക്കാൻ നിയോഗിച്ച് 1 രൂപ ശമ്പളം കൊടുക്കാതെ, ഇപ്പോൾ കൊടുത്ത പണം പോലും തിരിച്ചയക്കാതെ പെരുവഴിയിലാക്കിയത്. അവരുടെ ഓരോ സങ്കടങ്ങളും നമ്മൾ കേൾക്കുകയാണ്. ഈ പറയുന്ന മാനേജർ നടത്തിയ കൊള്ളയുടെ കാര്യങ്ങളിലേക്ക് നമ്മുടെ എയ്ഡഡ് കൊള്ള എന്ന പരമ്പര കടക്കുകയാണ്. അതിൽ വർഷങ്ങളോളം 7 വർഷത്തോളം ജോലി ചെയ്ത വൈശാഖ് എന്ന് പറയുന്ന അധ്യാപകർ മലപ്പുറത്തുകാരനാണ്. വൈശാഖ് ഇന്ന് ജീവിക്കാൻ വേണ്ടി ഡ്രൈവറുടെ വേഷം കെട്ടി വണ്ടി ഓടിച്ച് ജീവിക്കുകയാണ്. വൈശാഖിന് പറയാനുള്ളത് നമ്മളൊന്ന് കേൾക്കണം. വരുമാനത്തിന് വേണ്ടിയിട്ട് വേറെ പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വാഹനങ്ങളൊക്കെ ഓടിച്ചിട്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. പല ജോലികളും ചെയ്യും, വാഹനം ഓടിക്കും, അതിൻ്റെ കൂടെ വേറെ പല ജോലികൾക്കും ഞാൻ പോകാറുണ്ട്. ഞാൻ തൊഴിൽ വാർത്തയിലൊരു പരസ്യം കണ്ട വഴിയാണ് UPS പള്ളിക്കൽ എന്ന സ്കൂളിൽ ജോയിൻ ചെയ്തത്. അന്ന് ബാങ്കിൽ നിന്ന് ഒരു 15 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. മാനേജർ കെട്ടിട നിർമ്മാണത്തിന് പറഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയത്. പക്ഷേ ജോലി തരാമെന്ന് പറഞ്ഞിട്ട് 2-3 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജോലി കിട്ടാതെയായപ്പോൾ ഞാൻ വിവരാവശ്യപ്രകാരമായിട്ട് കുറേ കാര്യങ്ങൾ കൊടുത്തു. അപ്പോഴാണ് അറിഞ്ഞത് ഒരു വലിയ തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെയും ഇതിൻ്റെ മുന്നേ വേറെ കുറേ പേരെയും ഇദ്ദേഹം വെച്ച് ഇതേപോലെ കാശ് ഇഷ്ടം പോലെ ഇദ്ദേഹം വാങ്ങിയിട്ടുണ്ട്. ഇത്രയും കാലമായിട്ട് എൻ്റെ കാശ് തിരിച്ചു കിട്ടിയിട്ടില്ല. 8 വർഷം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെ എൻ്റെ കാശ് തിരിച്ചു കിട്ടിയിട്ടില്ല. എന്താണ് മാനേജർ VC പ്രവീണിൻ്റെ രീതി? വർഷങ്ങളോളം പരിചയമുള്ള വൈശാഖ് കൃത്യമായി അത് വിശദീകരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പുതിയ ആളുകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആരുമായിട്ടൊരു ബന്ധമില്ലാത്ത രീതിയിലാക്കുകയാണ് ആളുടെ ആദ്യത്തെ കാര്യം. കാരണം നമ്മൾ ആരെങ്കിലും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായെങ്കിൽ ഈ ഒരു പുതിയ ആൾ പെട്ടെന്ന് നിർത്തിയിട്ട് പോകും. കാരണം ഞാനും ഇതേപോലെ വന്ന് ബുദ്ധിമുട്ടായ ആളാണ് എന്നുകൊണ്ട് നമ്മൾ വേഗം നിർത്തിയിട്ട് പോകും. പക്ഷേ ആരും തമ്മിലൊരു ബന്ധം ഉണ്ടാക്കാൻ ഇയാൾ സമ്മതിക്കില്ല. നമ്മൾ വീട്ടിൽ പോയി പണം കൊടുത്തതിന് ശേഷം ആൾ ആദ്യം പറയുന്ന കാര്യം, നിങ്ങൾ ജോലി ചെയ്യുക, തിരിച്ചു പോവുക, ആരോടും ഒന്നും അന്വേഷിക്കുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്യേണ്ട. VC പ്രവീണിനെതിരെ വിജിലൻസ് അടക്കം വിദ്യാഭ്യാസ വകുപ്പിൻ്റേതടക്കം നിരവധി ഉത്തരവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഒന്നും സംഭവിക്കാത്തത്? ഇയാളാണ് പ്രധാനപ്പെട്ട തന്ത്രം പറഞ്ഞാൽ, കോടതിയിൽ കുറേ വക്കീലന്മാരുണ്ട്. ആൾക്ക് പൈസ കൊടുത്താൽ ഇഷ്ടംപോലെ വക്കീലന്മാരുണ്ടല്ലോ, അവരെയൊക്കെ ആൾ സ്വാധീനിച്ച് നിരവധി കേസുകൾ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യും. എന്നിട്ട് അതിൻ്റെ കുറേ പേപ്പറുകളും കൊണ്ടുവന്നിട്ട് എല്ലാവരും ജോലി ചെയ്യുന്ന ആളുകൾ ഇത് ശരിയായി എന്ന് പറയും. അത് അയാളൊരു ശരിയായി എന്ന് പറയുമ്പോൾ നമുക്ക് നൽകുന്നൊരു പ്രതീക്ഷ, ആ പ്രതീക്ഷയുടെ പുറത്ത് ആളുകൾ വർഷങ്ങൾ വീണ്ടും കഴിച്ചു കൂട്ടും. വീണ്ടും അത് തീരാനാകുമ്പോൾ ആൾ വീണ്ടും കോടതിയിൽ കൊടുക്കും. പക്ഷേ സർക്കാരിലേക്ക് വന്ന് പോസ്റ്റുകൾ റെഡിയായി കിട്ടൽ ദുർലഭം. ആളുകൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആർക്കും ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത് ആകെ ഒരാൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 13-ന് ശേഷം ആൾ സ്കൂൾ വാങ്ങിയതിന് ശേഷം വേറെ ഒരു പോസ്റ്റും അവിടെ ഇതുവരെ ശരിയായിട്ടില്ല. വൈശാഖിൻ്റെ കുടുംബവും ആകെ പ്രതിസന്ധിയിൽ തന്നെയാണ്. വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, അമ്മയ്ക്ക് ഈ ഒരു കാരണം കൊണ്ട് സുഖമില്ലാതെയായി. ഒരു ഭാഗം കൈയൊക്കെ കുഴഞ്ഞും കൊണ്ടാണ് അമ്മയുടെ അവസ്ഥ. കാരണം ഞങ്ങൾ 2 മക്കളാണ്, അച്ഛനില്ല. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അമ്മ ഞങ്ങളെ വളർത്തിയത്. പക്ഷേ എന്താ വെച്ചാൽ ഈ ഒരു കാരണം കൊണ്ട് അമ്മയ്ക്ക് അസുഖം എന്നും അസുഖമാണ്. വരുമാനത്തിന് വേണ്ടിയിട്ട് വേറെ പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വാഹനങ്ങളൊക്കെ ഓടിച്ചിട്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. എന്താണ് ഇനി സർക്കാരിൽ നിന്ന് വൈശാഖിൻ്റെ കൂടെയുള്ളവരും വൈശാഖും പ്രതീക്ഷിക്കുന്നത്? അദ്ദേഹത്തിന് ഇത് ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. പലതും സ്റ്റേ വരും, കോടതിയിൽ എത്തും, സ്റ്റേ ചെയ്യും, പിന്നെ അതവിടെ കുറേ കാലം കിടക്കും, ആരും അന്വേഷിക്കില്ല, പിന്നെ അത് തള്ളി അങ്ങനെ പോവും. ആൾ വീണ്ടും ആ രൂപത്തിൽ തന്നെ വീണ്ടും തിരിച്ചു വരും. ഉദ്യോഗസ്ഥ തലത്തിൽ നല്ലൊരു അന്വേഷണം ഉണ്ടാവണം. അത് അന്വേഷണം ഉണ്ടാവാത്തതാണ് അദ്ദേഹം ഇത്രയും കാലം ഈ ആളുകളെ പറ്റിക്കാനുള്ള പ്രധാന കാരണം. വൈശാഖിനെ പോലെ 114 അധ്യാപകരാണ് ഇപ്പോൾ പെരുവഴിയിലായത്. 163 പേരെ ആകെ നിയമിച്ചു. ഇനിയും നിരവധി പേർക്ക് പുറത്തേക്കിറങ്ങാനുണ്ട്. കാരണം തസ്തികയില്ല. ഇതുപോലുള്ള നിരവധി കൊള്ളക്കാരുണ്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. അവരെ ഓരോരുത്തരെയായി ഞങ്ങൾ തുറന്നു കാട്ടുക തന്നെ ചെയ്യും.